സ്നേഹിതരെ, വളരെ സമഗ്രമായ രീതിയിൽ ചർച്ചയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വനിതാ ദിനം എന്നുള്ളതിനെ പ്രമാണിച്ചൊന്നുമല്ല യഥാർത്ഥത്തിൽ തൃശ്ശൂർ ലിറ്റററി ഫോറം ഈ പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ ദിനം ആഘോഷിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഘടകം ഐക്യരാഷ്ട്ര സംഘടനയാണ്. അത് ഒരു നാടിനോ ഒരു ദേശത്തിനോ രാജ്യത്തിനോ ഒരു ഭൂഖണ്ഡത്തിനോ വേണ്ടിയിട്ടുള്ള ആഗോളതലത്തിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ വനിതകൾ പുരുഷന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കവരെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ കാലഘട്ടത്തിലൊക്കെ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച ആളായതുകൊണ്ടായിരിക്കാം, കള്ളൊക്കെ കുടിച്ചിട്ട് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വീട്ടിൽ വന്ന് ഭാര്യനെയൊക്കെ സ്ഥിരമായി തല്ല് കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. തല്ല് വാങ്ങുന്ന ധാരാളം സ്ത്രീകളുണ്ടായി. ഞാനിതിപ്പോൾ ഒരു നാട്ടിൻപുറത്തിലും കാണാറില്ല. സ്ത്രീകളൊക്കെ ഒരുപാട് തിരിച്ച് ചോദിക്കാനും വേണ്ടി വന്ന തിരിച്ച് രണ്ട് തല്ല് കൊടുക്കാനൊക്കെ ഉള്ള അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അത്ര സമത്വസുന്ദരമായ ഒരു അവസ്ഥയിലാണ് കേരളം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം. അവിടെ ഇവിടെ പ്രശ്നങ്ങളില്ലെന്നല്ല, അത് ഏത് നാട്ടിലാണ് ഇല്ലാത്തത്? അത്തരം അക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ എല്ലാ കാലത്തും എല്ലാ നാടുകളിലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് നേരെയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില വിഭാഗങ്ങളിൽ ചില ആൾക്കാരുടെയൊക്കെയുള്ള മാനസിക അപക്വതയുടെ ഫലമായി സംഭവിക്കുന്നതാണ്. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടന അത്തരം ഒരു കാര്യം ആഹ്വാനം ചെയ്യുന്നത് ഇതിനേക്കാളും ദുരന്തം അനുഭവിക്കുന്ന അടിമയ്ക്ക് തുല്യമായി ജീവിക്കുന്ന സ്ത്രീ സമൂഹമുള്ള ഒരുപാട് നാടുകളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അവരെ അങ്ങോട്ട് ഒരു രാത്രി കൊണ്ടോ ഒരു പ്രഖ്യാപനം കൊണ്ടോ നന്നാക്കി കളയാം എന്നുള്ളത്, ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വികലാംഗ ദിനം ആചരിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയ്ക്ക് എനിക്ക് തോന്നുന്നത് 365 ദിവസത്തിൽ 300 ദിവസവും ഇങ്ങനെ ഓരോരോ ദിനങ്ങൾ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുക എന്നതിനപ്പുറം അത് പൊതുജനങ്ങളൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, വേർതിരിവ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വായനാബുദ്ധിയും അതാണ്. അത്തരത്തിൽ വേണം നമുക്ക് അതിനെ കാണാമെന്നുള്ളതാണ്. സാഹിത്യത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു ദിവസം എടുത്തിട്ട് ഒരിക്കലും വനിതാ ദിനം എന്ന് ആഘോഷിക്കുന്നില്ല. അത് എനിക്ക് ഈ പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ വനിതാ ദിനമൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ പെൺ സാഹിത്യത്തിലെ എന്നൊരു വാക്കുണ്ട്. അത് മാത്രമേ നമ്മൾ എടുത്ത് പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയം, അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ലല്ലോ, അവർ പറയാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയോ രാഷ്ട്രീയമുണ്ട്. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത കെ പി സുധീര മാഡവും സംസാരിച്ച ദിവ്യയും അഞ്ജലിയും ടീച്ചറും അടക്കമുള്ളവരെല്ലാം തന്നെ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോ ഘട്ടവും അവർ എടുത്തെടുത്ത് പറഞ്ഞാണ് അവരുടെ പ്രസംഗങ്ങൾ അവതരിപ്പിച്ചത്. അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് എന്നുള്ളതാണ്. അത് മറ്റൊരു കാര്യമാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, ജീവിച്ച വ്യക്തികൾ, കഥാപാത്രങ്ങൾ, എഴുത്തുകാരിലൂടെ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിനോടകം തന്നെ 10 പേരിലധികം ഈ വേദി ഉപയോഗിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഏതാണ്ട് 30-ൽ പരം കൃതികൾ പരാമർശിക്കപ്പെട്ടു. ഇവിടെ 30ഓളം കഥാപാത്രങ്ങൾ പരാമർശിക്കപ്പെട്ടു. അത്രയും തന്നെ എഴുത്തുകാരൻ ഈ ചർച്ചകളിൽ ഉടനീളം കൊണ്ടുവന്നു. അത്രയ്ക്ക് സമഗ്രമായിരുന്നു നടന്ന ഈ സംവാദം എന്നുള്ളത്. അതിനകത്ത് വലിയ പ്രാതിനിധ്യം ഈ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് പ്രഭാഷകർ എന്ന നിലയിൽ നിങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ്. സംഘാടകർ എന്ന നിലയിൽ സാഹിതിക്കും അഭിമാനം നൽകുന്നതാണ്, ആവേശം നൽകുന്നത്. സാഹിതിയുടെ മുന്നിൽ അങ്ങനെ ഒരു ലിംഗവ്യത്യാസം കാണിക്കാറില്ല. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, തുല്യ സ്ഥാനമാണ്. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെ. ഞാൻ പലപ്പോഴും നമ്മുടെ മുദ്രാവാക്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നതാണ്, നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ലിംഗവ്യത്യാസമില്ല. ആ ഒരു വാക്കും കൂടി ചേർത്താണ് ഞാൻ പലപ്പോഴും പറയുന്നത്. വ്യക്തി എന്നുള്ള നിലയിലും ഈ സംഘടനയെ നയിക്കുന്ന ഒരാളെന്ന നിലയിലും ആ മുദ്രാവാക്യം ഞാൻ എന്നും സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ മുന്നിലോ നിങ്ങളുടെ മുന്നിലോ ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലോ അത്ര വലിയൊരു വിവേചനം ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ ഇവിടെ ജീവിച്ചും ഇവിടെ എഴുതിയും വായിച്ചും കടന്നുപോയ ഒരു കൂട്ടം സ്ത്രീകളുടെ സമരത്തിൻ്റെ ത്യാഗത്തിൻ്റെയും കൂടി കഥ പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത്തരത്തിൽ ഈ ചർച്ച പുരോഗമിക്കാൻ സഹായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാകുന്നത് ഇന്ന് നമ്മുടെ അപ്രതീക്ഷിത തീയതിയായിട്ട് കടന്നു വന്ന നമ്മുടെ കൗൺസിലറുടെ സാന്നിധ്യമാണ്. വില്ലേജ് ജോ നമുക്കൊരു കൗൺസിലറോ നമ്മുടെ നേതാവ് മാത്രമല്ല, നമ്മുടെ സാഹിതിയുടെ അവിഭാജ്യ ഘടകമാണ്.
തൃശ്ശൂർ ലിറ്റററി ഫോറം സാഹിതി തുടങ്ങിയ കാലം തൊട്ട് അതിനോടൊപ്പം എന്നോടും ഈ നേതൃത്വത്തോടൊപ്പം ഒപ്പം എന്നും ഉറച്ച പിന്തുണ നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും വില്ല് നീക്കുമ്പോൾ നമ്മൾ വില്ലിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറയും. നമ്മുടെ കൂടെ നിന്ന് ആരെയും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രീയത്തിന് ഉപരി നമ്മൾ പ്രവർത്തിക്കണമെന്നും വില്ല് കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിൽ വരണമെന്നുള്ളതും പറയുന്നത് അത്രയധികം സാഹിതിയുടെ ഭാഗമാണ്. ഒരിക്കലും വില്ല് എന്നുള്ള വ്യക്തി നമ്മൾ മാറ്റി നിർത്തി ചിന്തിക്കില്ല. എന്നും അവിഭാജ്യ ഘടകമാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. വെറൊരു കൗൺസിലറല്ല. ഇന്ന് ഈ നഗരത്തിൻ്റെ ഭരണ സംവിധാനം, നഗരത്തിൻ്റെ ജീവിതത്തെ ആകെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ആ ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട് നമ്മുടെ ഈ നാടിന്. അതിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് വില്ലി എന്നുള്ളത്. അത് വില്ലി കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത കിട്ടിയ അംഗീകാരമാണ്. ഇനിയും എത്രയോ അംഗീകാരങ്ങൾ തേടി വരാനിരിക്കുന്നു. ആ അംഗീകാരങ്ങൾക്കൊപ്പം അഭിനന്ദനങ്ങളുമായി സാഹിതി എന്ന വില്ലിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വില്ലിക്ക് തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന സംവാദത്തിലേക്ക് പങ്കെടുക്കുന്നവർക്ക് അവസരമുണ്ട്. അതിന് മുൻപായിട്ട് വില്ലിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഇന്നത്തെ അതിഥികളെ ആദരിക്കേണ്ട ഒരു ചടങ്ങുള്ളതുകൊണ്ട് അത് വില്ലിക്ക് പോകാതിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ സംസാരിക്കാം. ഇല്ല വില്ലിക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ, മറ്റാർക്കുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു ആദരവ് നൽകുന്നതിനായിട്ട് വില്ലി മാത്രമല്ല മുഴുവൻ സ്ത്രീകളെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ പുരുഷന്മാർ ഈ വേദിയിൽ പുറകിൽ അത്യാവശ്യക്കാർക്ക് നിൽക്കാമെന്ന് മാത്രം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും കടന്നു വരണം. അപർണയും ആദ്യമായിട്ട് നമ്മൾ ആദരിക്കുന്നത് 2 മിനിറ്റ് ഞാൻ അതിനെടുക്കുകയാണ്. നമ്മൾ KP സുധീര മാഡത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ KP എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. മലയാളത്തിൽ 100-ലധികം പുസ്തകം രചിച്ചിട്ടുള്ള ഏക വനിത, 100-ലധികം പുസ്തകം രചിച്ചിട്ടുള്ള ഒരു വനിത പോലും എൻ്റെ അറിവിൽ മലയാളത്തിൽ ഇല്ല. പുരുഷ കേസരികൾ തന്നെ വളരെ നാമമാത്രമാണ്. ഉള്ള കേസരികൾ അത്ര വലിയ എഴുത്തുകാരായിട്ട് ഗൗനിക്കപ്പെടേണ്ടതല്ല. പക്ഷെ എഴുത്ത് ശ്രേണിയിലെ പ്രധാനപ്പെട്ട ഒരാൾ 100-ലധികം 106ഓളം പുസ്തകങ്ങൾ രചിച്ച് ഇന്നും സാഹിത്യത്തിൽ അനിഷേധ്യമായി നിൽക്കുന്ന ഒരാളാണ് KP സുധീര എന്നുള്ളതാണ്. KP സുധീരയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ അതിഥിയായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല സാഹിത്യത്തിൻ്റെ ഒട്ടനവധി മേഖലകൾ, ഏതാണ്ട് 12-ലധികം മേഖലകൾ, കഥ, കവിത, നിരൂപണം, പഠനം, ജീവചരിത്രം, യാത്രാവിവരണം, ബാലസാഹിത്യം, അങ്ങനെ സാഹിത്യത്തിൽ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന എല്ലാ മേഖലകളിലുമാണ് ഈ രചന നിർവഹിച്ചിട്ടെന്നുള്ളത്. ഏതെങ്കിലും ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അത്രയും ബൗദ്ധിക പരിമിതികളുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ ഞാൻ ശരിക്കും വിഷമിച്ചു പോകും. സാധ്യമല്ല. പലർക്കും പലതും സാധ്യമല്ല. എനിക്ക് കഥ എഴുതാൻ പറ്റിയേക്കും. എഴുതാൻ പോലും കഴിയാത്ത എത്ര പേരുള്ള ഈ സമൂഹത്തിൽ 100-ലധികം പുസ്തകങ്ങൾ രചിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ KP സുധീര എന്നുള്ളതാണ്. 2, അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെ അടക്കം 60-ൽ പരം പുരസ്കാരം നേടിയവർ എത്ര പേരുണ്ടാവും നമ്മുടെ അറിവിൽ? ഇന്ന് പുരസ്കാരങ്ങൾ ചോദിച്ചു വാങ്ങിയ എഴുത്തുകാരൻ പുറകെ നടക്കുന്ന കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇന്ന് തേടിയെത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഡോക്ടർ KP സുധീര. അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 48-ൽ പരം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് നിരവധി യാത്രാ വിവരണങ്ങൾ, ഈ യുദ്ധമൊക്കെ നടക്കുന്ന അഫ്ഗാനിസ്ഥാനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അസർബൈജാനിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ, 48-ൽ പരം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ദിവ്യാന്ന് തോന്നുന്നു. ഈ യാത്ര ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞു. വലിയൊരു ആശയം കേട്ടോ അത്. സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ലോകത്ത് അവസ്ഥ ഉണ്ടാകണമെന്ന് പറഞ്ഞ് വലിയൊരു രാഷ്ട്രീയം അത് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒറ്റയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ എത്രയോ മലയാളികൾ, സ്ത്രീകൾ തനിച്ചും കൂട്ടായിട്ടും ഇന്ന് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നു. നമ്മുടെ കൂട്ടുകാർ ഉൾപ്പെടെയാണ്. CP ശ്രീരേഖ നമ്മുടെ കൂടെയുള്ള ആളാണ്. വിദ്യ, ഇവരൊക്കെ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തിലെമ്പാടും അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. ലോകത്തിലെമ്പാടും യാത്ര ചെയ്യാനും 6 അപ്പം ഇനി അന്റാർട്ടിക്കയും കൂടി ബാക്കിയുണ്ട്. അന്റാർട്ടിക്കയും പിന്നെ ആകാശവും മാത്രമേ ഇനി ഡോക്ടർ KP സുധീരയുടെ കാൽക്കീഴിൽ വരാനുള്ളൂ. ബാക്കി 6 ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചു. ഒരു ചെറിയ അസൂയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? വില്ല് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം KP പോകുമ്പോൾ നിങ്ങൾ കൂടെ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അത്രയധികം യാത്ര, ഓരോ യാത്രയും നമുക്ക് തരുന്ന ഒരു അനുഭവ സാക്ഷ്യം.
ഓരോ യാത്രയും നമ്മളിലെ വ്യക്തിത്വത്തെ ഉരുക്കി ഒരു മൂശയിലിട്ട് ഉരുക്കി ഒരു രൂപം ഉണ്ടാക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് യാത്രകൾക്ക്. അതുകൊണ്ട് ആ യാത്ര, സ്ത്രീ യാത്ര, അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ദിവ്യ പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പരമാർത്ഥവുമാണ്. യാത്ര എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടും അതാവാം. നമ്മൾ ഫിസിക്കലായിട്ട് ഒരു സ്ഥലത്ത് പോകണമെന്നും അല്ല അത് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ പ്രഭാഷകൻ ഉദ്ദേശിച്ചത് മാനസിക സഞ്ചാരവും കൂടിയാണ്. അതിനാണ് വായനയൊക്കെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ സഞ്ചാരത്തിനൊന്നും അതിരുകളില്ല. അങ്ങനെ നമ്മൾ തേടിപ്പോകുമ്പോഴാണ് നമ്മളിലെ വ്യക്തിത്വം തെളിഞ്ഞു വരുന്നതെന്നും നമ്മളായി മാറുന്നതെന്നാണ് ഇന്നത്തെ പ്രഭാഷകർ പറഞ്ഞു വെച്ചത്. വളരെ പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണെന്നുള്ളത്. അപ്പോൾ അത്രയധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീമതി കെ പി സുധീര. കോഴിക്കോട് സ്വദേശിയാണ്. സാഹിതിക്ക് അഭിമാനമുണ്ട്. സാഹിതിയുടെ ഒരു സഹസഞ്ചാരി കൂടിയാണെന്ന് മാത്രമല്ല, നമ്മുടെ പല ആശയങ്ങൾക്കും പിന്നിൽ കെ പി സുധീരയുടെ ചിന്തകൾക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ടൈറ്റിൽ പോലും, സാഹിതിയിലെ മുഴുവൻ ടൈറ്റിൽ പലപ്പോഴും ഇന്ത്യ വരുന്ന അവസ്ഥ എനിക്കുണ്ടെങ്കിലും ഈ ടൈറ്റിൽ ഭാഗികമായിട്ടുള്ള ഒരു പ്രേരണ അത് കെ പി സുധീരയുടെ. കാരണം പെൺ സാഹിത്യം എന്ന് ചേർത്തത് ശ്രീമതി കെ പി സുധീരയാണ്. ഞാൻ നിശബ്ദ രാഷ്ട്രീയം എന്ന് മാത്രം, അതിന് മുമ്പ് മറ്റൊന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ശബ്ദം നിശബ്ദം പെൺ സാഹിത്യത്തിലൂടെ എന്നായിരുന്നു ഞാൻ ഇട്ടത്. പക്ഷെ അതിനെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് കെ പി മാറ്റിയെടുത്തിട്ട് പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇത്രയും പറയുമ്പം ആ രാഷ്ട്രീയത്തെ 5 പതിറ്റാണ്ടായിട്ട് ഒരാൾ കയ്യിലിട്ട് അമ്മാനമാടി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. സാക്ഷാൽ MD രത്നമ്മ ചേച്ചി, ഏറ്റവും ചിരപ്രതീക്ഷ നേടിയ ഒരു എഴുത്തുകാരി. അത്ര വലിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഞാൻ പ്രായം കൊണ്ടോ കാലം കൊണ്ടോ പറഞ്ഞതല്ല. ചേച്ചി അത്രയും കാലമായിട്ട് എഴുത്തിൽ ചിരപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള, അല്ല ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണെന്നുള്ളത്. അത്രയധികം സാഹിത്യം ഇഷ്ടപ്പെടുന്ന സാഹിത്യയുടെ സഹയാത്രിയുടെ ആ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ അവരുടെ യോഗ്യതകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇത്തരത്തിൽ കെ പിയും ശ്രദ്ധേയമായിട്ടുള്ള ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ വിദ്യാവചസ്പതി സ്ഥാനം, അതൊരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു പദവിയാണ്. മലയാളത്തിൽ 2 പേർക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. അതിലൊരാൾ ഡോക്ടർ കെ പി സുധീരയാണ് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാവചസ്പതി നമ്മുടെ നോട്ടീസ് വായിക്കുന്നവർക്കറിയാം, അതിൻ്റെ പിന്നിൽ ആ പേരിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞോളി വിദ്യാവചസ്പതി എന്നുണ്ട്. 2 കെ പി സുധീർ. 2 പേർക്കേ കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആർക്കും തന്നെ ആ പുരസ്കാരം, അതൊരു പുരസ്കാരമാണ്, അതൊരു അംഗീകാരമാണ്, ഒരു പദവിയാണ്. ആ പദവി കിട്ടിയിട്ടുള്ള 2 പേരിലുള്ള 2 പേർക്കേ മലയാളത്തിൽ കിട്ടുള്ളൂ. നമ്മൾ ഈ സരസ്വതി സമ്മാൻ 2 പേർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. പ്രഭാവർമ്മ സാറിനും മറ്റൊരാൾക്ക് അക്കിത്തത്തിനാണെന്നാണ് തോന്നുന്നത് അല്ലേ. 2 പേർക്കാണ് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത്. 2 പേർക്കുള്ളൂ. ഒന്ന് ഈ അടുത്ത കാലത്ത് പ്രഭാവർമ്മ സാറിന് എന്ന് പറഞ്ഞ പോലെ വിദ്യാവചസ്പതി സ്ഥാനവും ഒരു പുരസ്കാരം ബീഹാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കിട്ടിയ അത്ര വലിയ എഴുത്തിന് കിട്ടിയ ഒരു അംഗീകാരം. ഞാൻ ഈ അവാർഡുകൾക്കൊക്കെ വളരെ മുകളിൽ ആണ് ആ സ്ഥാനത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും കെ പിക്ക് സ്വന്തമാണ്. ഈ 60 പുരസ്കാരങ്ങൾക്ക് അപ്പുറമാണ് ഈ പുരസ്കാരവും കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ ഭർത്താവ്, 2 മക്കൾ, അങ്ങനെ സകുടുംബം കോഴിക്കോട് സന്തോഷത്തോടുകൂടി താമസിക്കുന്നു. ഇതാണ് കെ പിയെ കുറിച്ചുള്ള പൂർണ്ണ. ഇന്നും എഴുത്തിൽ ഏറ്റവും സജീവമായ ഒരാളാണ്. ചില കഥകളൊക്കെ എഴുതിയിട്ട് എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. ഞാനും പലപ്പോഴും കഥ എഴുതിയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചില ക്ലൈമാക്സ് ഒക്കെ എഴുതാൻ വളരെ വിഷമം പിടിച്ച ഘട്ടത്തിലൊക്കെ ഒരു പുസ്തകം എനിക്ക് പ്രസിഡന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. കെ പി ഒരു പുസ്തകം കെ പി തന്നെ സ്വന്തം ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ കെ പിയെ കുറിച്ചിട്ട് അമർനാഥ് പള്ളത്ത് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ജീവചരിത്രം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ ആ പുസ്തകം ലഭ്യവുമാണ്. സമ്പൂർണ്ണ ജീവചരിത്രമാണ് കെ പിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇംഗ്ലീഷിലാണത്. അത് നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകം വായിച്ച് നോക്കേണ്ടതാണ്. കെ പിയുടെയും ജീവിതം പലപ്പോഴും ഒരു സമരം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല എഴുത്തുകാരികളും രംഗത്തേക്ക് വരുന്നത് സമരം ചെയ്തിട്ടാണെന്ന് ദിവ്യ പറഞ്ഞത് വളരെ പരമാർത്ഥമായ കാര്യമാണ്. വീട്ടിൽ വഴക്കുണ്ടാക്കി എഴുതേണ്ട അവസ്ഥയുണ്ട്. ചിലർക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടുന്നില്ല. അതൊക്കെ ഇപ്പോഴും ഉണ്ടാകാം, എല്ലാം മാറും. ഏറ്റവും അടുത്ത കാലത്തായിട്ട് ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ
ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ WMC എന്ന് പറയുന്ന സംഘടന മലയാളികൾ എല്ലാ രാജ്യങ്ങളിലുള്ള അവിടെ ഒരു കൂട്ടായ്മയുടെ പേരാണ് ഗ്ലോബൽ മലയാളി കൗൺസിൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളിൽ അതിൻ്റെ ഘടകങ്ങളുണ്ട്. അതിൻ്റെ വള്ളുവനാട് പ്രോവിൻസ് എന്ന് പറയുന്ന, അതായത് തൃശ്ശൂരും പാലക്കാടും മലപ്പുറവും അടങ്ങുന്ന പ്രോവിൻസിൻ്റെ ചെയർമാൻ സ്ഥാനമാണ് എനിക്കുള്ളത്. അതിൻ്റെ പ്രസിഡൻ്റാണ് ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഇപ്പോൾ റിട്ടയർഡായ വൈസ് പ്രിൻസിപ്പൾ വർഗീസ് സാർ. WMCയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പേരൊന്ന് പറയാമോ? രാജു. ഡെനീഷ്. സെക്രട്ടറിയും പ്രസിഡന്റ് അവർ കുറച്ച് മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. കുറച്ച് 2 പേർ WMCയുടെ പ്രതിനിധികളായിത്തീരുന്നു. ആ WMCയുടെ കീഴിൽ എഴുത്തുകാർക്കും മാത്രമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറം. ആ ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ് ഡോക്ടർ KP സുധീര എന്നുള്ള. ഇവിടുന്ന് ഞാനും പിന്നെ ഒരു സിനിമാ താര അഞ്ജലി മേനോൻ അടക്കം, ഐശ്വര്യ, അങ്ങനെ 2 പേരാണ് അതിനകത്തുള്ളത്. എന്തായാലും വലിയ രീതിയിൽ സാഹിത്യ പ്രവർത്തനങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് മലയാളികൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് ഈ ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറം. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ കൂടിയാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഇന്ന് ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെയും ഒപ്പം ഗ്ലോബൽ മലയാളി കൗൺസിലിൻ്റെ വള്ളുവനാട് പ്രോവിൻസ് ഇതിന് സഹകരണം ഇന്ന് തന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഡോക്ടർ KP സുധീരെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ആദരിക്കാൻ വേണ്ടിയിട്ട് വില്ലിയുടെ നേതൃത്വത്തിൽ അവരുടെ ഉൾപ്പെടെ എല്ലാ വനിതകളെയും ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കാൻ. മാധവിക്കുട്ടി ചേച്ചി, രത്നമ്മ ചേച്ചി, ഗീത ടീച്ചർ അടക്കം മുന്നോട്ട് വരണം. ഒപ്പം വള്ളുവനാട് പ്രോവിൻസിൽ നിന്ന് വന്ന 2 പേരും കൂടി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുരുഷന്മാർക്കും വരണം, നമുക്ക് പുറകെ നിൽക്കാം.